ഓഡിയോയും ചാറ്റും നിങ്ങളുടെ എല്ലാം അന്വേഷണം നടക്കുകയല്ലേ സഹോദര. നിങ്ങൾ ആ വോയിസ് എന്നാ പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളിത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെയോട് ചോദിക്കുന്നില്ല ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നില്ല. അതാണോ അല്ലയോ അത്തരം കാര്യങ്ങൾക്കെല്ലാം കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ, ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ. ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് എൻ്റെ ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത്. ആ അന്വേഷണം കൂടി കഴിയട്ടെ. അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത്, എപ്പോൾ റിയാക്ട് ചെയ്യണം, എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കണം. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത്. അന്വേഷണം ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ, നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു, എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാനിരിക്കുന്നു, അതിനൊക്കെ സമയമുണ്ടല്ലോ. നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത്? നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത്? പുതിയതല്ലല്ലോ. നിങ്ങൾ തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത്. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും. ഇപ്പൊ ഈ ഓഡിയോ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇപ്പൊ വന്നത്? അത് ആർക്കും മനസ്സിലാകാത്ത, ഇത് ആർക്കും ഗൂഗിളെ ഇത് ആർക്കും അല്ല ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങൾക്കെതിരെ സഹോദര, ഞാൻ നിങ്ങൾക്കെതിരായി അല്ല, ആ വ്യക്തത ഞാൻ വരുത്തുമെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും. നിങ്ങൾ എന്നോട് ചോദിക്കാതെ സാധാരണഗതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആരെയും പറ്റിയെങ്കിലും ഇപ്പോൾ ഗൂഗിളിന്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടി, അത് ഗൂഗിളിൻ്റെതാകാമാകാതിരിക്കാം, കിട്ടിക്കഴിഞ്ഞാൽ ആ ഗൂഗിളിൻ്റെ സ്റ്റേ കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം. ആ സ്റ്റേ എടുക്കാതെയല്ലേ നിങ്ങൾ ആധികാരികമായി എൻ്റേതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പിന്നെ എന്നോട് തന്നെ ഇത് ചോദിക്കുന്നത്. ഇനി എൻ്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിലാണ്, മാധ്യമ കോടതിയിലല്ല. നീതിന്യായ കോടതിയിൽ എൻ്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ, ഒരുപാട് സോഴ്സ്, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമ സ്ഥാപനമല്ല ഉദ്ദേശിച്ചത്, ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ. ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.